आहले हवस अब घबराते हैं. ഏകാന്തതയെ പണയിക്കുന്നു എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ വിദൂരത്താണ് എൻ്റെ ലക്ഷ്യമുള്ളത്, നടന്നിട്ടങ്ങ് എത്തുന്നില്ല. എന്നെ കണ്ടിട്ട് ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്. പ്രണയത്തിലായിരിക്കുന്ന ഒരുവന് പരിസരബോധം നഷ്ടമാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. അവർ ഈ പുറംമോടിയിൽ മാത്രമുള്ള പ്രണയമാണ് കണ്ടിട്ടുള്ളത്. കാണാച്ചരടുകൊണ്ട് ബന്ധിക്കപ്പെട്ട പോലെ അവൻ അല്ലെങ്കിൽ അവൾ ഈ ദുഃഖസമുദ്രത്തിന്റെ ആഴത്തെക്കുറിച്ച് ഒരു ഊഹവുമില്ലായിരുന്നു എന്നതാണ് സത്യം. വഴിയാഴത്തിലേക്ക് സ്വാഗതം. ഏകാന്തമായൊരു ജീവിതം, മനുഷ്യരത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഏകാന്തതയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും അവൻ അതിനോടങ്ങ് ചേർന്ന് നിൽക്കാൻ തുടങ്ങും. പ്രണയം അതിൻ്റെ സകല സീമകളെയും ലംഘിച്ച് കൊടിയ വിഷാദത്തിലേക്ക് ഒരുവനെ നയിക്കുമ്പോൾ അവൻ ഏകാന്തതയെ പ്രണയിച്ചു തുടങ്ങും. പക്ഷെ ആ ഏകാന്തത ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് മാറ്റിക്കളയുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. വലിയൊരു ലക്ഷ്യം ആ ഏകാന്തമായിരിക്കുമ്പോൾ പോലും അവൻ്റെ ഉള്ളിലുണ്ടാകും. അവളോടടുക്കുക, അവളുടെ സാമീപ്യം നിലനിർത്തുക എന്നതാണ് അവനെ പൊതിഞ്ഞിരിക്കുന്ന ആ വല്ലാത്ത ലക്ഷ്യം. ആ ലക്ഷ്യം അവൻ മൂടി വെച്ചുകൊണ്ടിരിക്കെ തന്നെ ഏകാന്തതയെ പ്രണയിക്കുന്നു എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റൊരു മാർഗവും അവൻ്റെ മുൻപിൽ ഇല്ല എന്നതാണ് ആ പറച്ചിലിൻ്റെ കാരണം. ഏറെ ദൂരെയാണ് തൻ്റെ പ്രിയതമയുടെ ഹൃദയം കിടക്കുന്നത്. ആ ഹൃദയത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായും ആ ഏകാന്തതയോട് താതാത്മ്യപ്പെടാനേ അവന് സാധിക്കുകയുള്ളൂ. ഷക്കീൽ ബദായിനിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗസലുണ്ട്. അതിൽ 3 ഈരടികൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ദൂർ ഹെ മൻസിൽ രാഹെ മുഷ്കിൽ ആലം ഹെ തൻഹായി കാ ആജ് മുझे एहसास हुआ है अपनी शिकस्त पाई का. दूर है मंजिल राहे मुश्किल आलम है तन्हाई का आलम है तन्हाई का आज मुझे एहसास हुआ है अपनी शिकस्ता पाई का अपनी शिकस्ता पाई का. ദൂർ ഹെ മൻസിൽ, വളരെ വിദൂരത്താണ് എൻ്റെ ലക്ഷ്യമുള്ളത്. എനിക്കത് പ്രാപ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹെ മുഷ്കിൽ, അത് നേടിയെടുക്കാനുള്ള, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള പാത അതികഠിനമാണ്, വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അത് എത്തിപ്പിടിക്കുക എന്നുള്ളത് സാധ്യമാകുന്നതാണ് എന്ന് തോന്നുന്നേയില്ല. അതുകൊണ്ട് തന്നെ ആലം ഹെ തൻഹായിക്ക, ഈ ലോകം ഏകാന്തതയുടേതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പാതയിൽ എൻ്റെ കൂടെ സഞ്ചരിക്കാൻ മറ്റാരുമില്ല. എൻ്റെ ലക്ഷ്യം ഞാൻ തന്നെ നേടേണ്ടതുണ്ട്. ചെന്നെത്താൻ സാധ്യമാകാത്ത അത്ര ദൂരത്തിലാണ് ലക്ഷ്യമുള്ളത്. ആജ് മുझे എഹസാസ് ഹുവാ ഹെ അപ്പനി ശികസ്ത പായിക്ക. ഇന്ന് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, എൻ്റെ കാലിന് വല്ലാത്തൊരു ബലക്ഷയം പോലെ, നടന്നിട്ട് അങ്ങ് എത്തുന്നില്ല, ക്ഷീണം പോലെ, ഒരു വല്ലാത്ത നൈരാശ്യം എന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വരിയിൽ കവി പറഞ്ഞു വെക്കുന്നത്. വളരെ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കേണ്ട ആളാണ് ഞാൻ, പക്ഷെ അത് സാധ്യമാകുമെന്ന് തോന്നുകയില്ല. അവൾ വിട്ടകന്നതിൽ പിന്നെ ഏകാന്തത തിരഞ്ഞെടുത്ത എൻ്റെ ജീവിതം, ആ ജീവിതത്തിൽ നിന്ന് അവളെ തേടിയുള്ള യാത്ര ഏറെ കഠിനമാണ്. ആ കഠിനയാത്ര ഞാൻ താണ്ടാമെന്ന് കരുതിയാൽ പോലും എൻ്റെ കാലുകൾക്ക് ഇന്ന് ബലക്ഷയം സംഭവിച്ച പോലെ തോന്നുന്നുണ്ട്. ഈ കഠിനയാത്രയിൽ കാലുകൾ പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത ഒരുവനായി ഞാൻ മാറിയിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു ഈരടി ഇങ്ങനെയാണ്. ദേഖ് കെ മുझको ദുനിയാ വാലെ कहने लगे है दीवाना आज वहाँ है इश्क जहाँ कुछ
खौफ नहीं रुसवाई का। देख के मुझको दुनिया वाले कहने लगे दीवाना, आज वहाँ है इश्क जहाँ कुछ खौफ नहीं रुसवाई का, खौफ नहीं रुसवाई का। देख के मुझको दुनिया वाले कहने लगे है ദീവാന. എന്നെ കണ്ടിട്ട് ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്. അത്ര ഭ്രാന്തമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവളിലേക്ക് ചെന്നെത്തേണ്ടതുണ്ട്. അവളിലേക്ക് അടുക്കാനുള്ള, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള എൻ്റെ ആഗ്രഹം വളരെ ദൃഢമാണ്. ഞാൻ അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായും അത് പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് ഭ്രാന്തായി അനുഭവപ്പെടും. എൻ്റെ പ്രണയം അവർക്കൊരു ഭ്രാന്തായി തോന്നുന്നുണ്ട്. ആജ് വഹാ ഹേ ഇഷ്ക്, ഇന്ന് അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രണയമുള്ളത്. എവിടെ? ജഹാ കുച്ച് ഖൗഫ് നഹീ റുസ്വായിക, മാനഹാനിയെക്കുറിച്ച് ഒരു ഭയവുമില്ലാത്ത ഇടത്ത് മാത്രമാണ് പ്രണയമുള്ളത്. ആളുകൾ എന്ത് ധരിക്കും, അവളോട് എൻ്റെ സംസാരം ഇങ്ങനെയായാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതുന്നിടത്ത് പ്രണയം നഷ്ടമാകും. പ്രണയത്തിലായിരിക്കുന്ന ഒരുവന് പരിസരബോധം നഷ്ടമാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. ആ പരിസരബോധം നഷ്ടമാവുകയും അവളോടുള്ള അല്ലെങ്കിൽ അവനോടുള്ള പ്രണയത്താൽ ഹൃദയം വീർപ്പുമുട്ടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ പ്രണയിയാവുന്നത്. അവിടെ ചിലപ്പോൾ മാനഹാനി സംഭവിക്കും. ആ മാനഹാനി ഭയപ്പെട്ട് നിൽക്കുന്ന ഒരുവന് പ്രണയിക്കാൻ സാധിക്കുകയില്ല. ആളുകൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഭ്രാന്തൻ എന്നുള്ള വിളി എനിക്ക് അലങ്കാരമാണ്, ഞാനൊരു പ്രണയിയാണ് എന്നതിൻ്റെ തെളിവാണത്. കവി പറഞ്ഞു വെക്കുന്ന വളരെ മനോഹരമായ ഈരടിയാണത്. ഒന്നാലോചിച്ച് നോക്കൂ, പ്രണയത്തിലായിരിക്കുന്ന ആളുകളെ ആ പ്രണയം മനസ്സിലാക്കാൻ സാധിക്കാത്ത പുറത്തു നിന്നുള്ള ആളുകൾ എന്ത് ഭ്രാന്താണ് എന്നാണ് പലപ്പോഴും കമൻ്റ് ചെയ്യാറുള്ളത്. വളരെ മനോഹരമായ ഒരവസ്ഥയാണ് പ്രണയത്തിലായിരിക്കുക എന്ന ഭ്രാന്ത്. അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന അനുഭൂതിയാണ് എന്നതാണ് മറ്റൊരു കാര്യം. പ്രണയത്തിലകപ്പെട്ട ആത്മാവിന് ഏത് സമയത്തും മാനഹാനി സംഭവിക്കാമെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ഈ ഗസലിൻ്റെ മക്തയിൽ അദ്ദേഹം വളരെ മനോഹരമായൊരു തത്വം പറഞ്ഞു വെക്കുന്നുണ്ട്. അഹ്ലെ ഹവസ് അബ് ഘബരാത്തെ ഹേ ഡൂബ് കെ ബഹരെ ഗം മേ ഷക്കീൽ, പഹലെ ന था बेचारों को अंदाजा गहराई का। आहले हवस अब घबराते डूब के बहरे गम में शकील, तेल न था इन बेचारों को अंदाजा गहराई का, अंदाजा गहराई का। അഹ്ലെ ഹവസ് അബ് ഘബരാത്തെ ഹേ, മോഹിതരായ ആളുകൾ ഈ പ്രണയം കണ്ട് പ്രണയത്തിൻ്റെ അനുഭൂതിയെ തൊട്ടറിയണമെന്ന് ആഗ്രഹിച്ച് മോഹിതരായ ആളുകൾ അവർ ഈ പുറംമോടിയിൽ മാത്രമുള്ള പ്രണയമാണ് കണ്ടിട്ടുള്ളത്. രണ്ടുപേർ ഒന്നിച്ചിരിക്കുന്നു, പരസ്പരം ആലിംഗനം ചെയ്യുന്നു, കിഞ്ചന വർത്തമാനങ്ങൾ പറയുന്നു, ഒരു പാത്രത്തിൽ ഇരുന്ന് ഉണ്ണുന്നു, ഒരു പാത്രത്തിൽ പാനം ചെയ്യുന്നു, ഒന്നിച്ച് സഞ്ചരിക്കുന്നു. പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു അനുഭൂതി. പക്ഷെ ഈ അനുഭൂതി അത്ര മനോഹരമായിട്ടാവില്ല ഒരു പക്ഷെ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക. ഒരു ഘട്ടത്തിൽ ഇത് വളരെ മനോഹരമായി തോന്നുമെങ്കിലും പിന്നീടവ മനസ്സിനെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങും. പല കാര്യങ്ങളിലും കാണാച്ചരടുകൊണ്ട് ബന്ധിക്കപ്പെട്ട പോലെ അവൻ അല്ലെങ്കിൽ അവൾ ഉരുകിത്തീരും. ഒരു കാരാഗ്രഹത്തിൽ അകപ്പെട്ട തടവു പുള്ളിയെപ്പോലെ പ്രണേതാക്കൾ വിഷമത്തിലാകും. അഹ്ലെ ഹവസ് അബ് ഘബരാത്തെ ഹേ, ആ മോഹിതരായ ആളുകൾ ഇപ്പോൾ ഭയപ്പാടിലാണ്. ഡൂബ് കെ ബഹരെ ഗം മേ ഷക്കീൽ, കവിയോട് തന്നെ പറയാണ്, ഷക്കീൽ ഇന്ന് ആ ആളുകൾ പരിഭ്രാന്തരാണ്. അവരെങ്ങനെയാ പരിഭ്രാന്തരായതെന്നറിയും. അവർ ഈ ദുഃഖ സമുദ്രത്തിൽ ആഴ്ന്നു കളഞ്ഞിട്ടുണ്ട്.
പ്രണയത്തിന് ശേഷമുള്ള ആ ദുഃഖത്തിൻ്റെ അവസ്ഥയുണ്ടല്ലോ, അതവർ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രണയത്തിൽ സന്തോഷം മാത്രമാണ് സംഭവിക്കുക എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. ആ ബന്ധം നിലനിൽക്കെ തന്നെ പോലും ദുഃഖത്തിൻ്റെ സമുദ്രത്തിലേക്ക് എറിഞ്ഞ പോലെയാണ് അവർ വന്നു വീഴുക. അവർ ഈ ദുഃഖ സമുദ്രത്തിൽ ആഴ്ന്നു തുടങ്ങിയപ്പോൾ പരിഭ്രാന്തരായിരിക്കുന്നു ഷക്കീൽ. എന്നിട്ടോ പെഹ്ലേ നഥ ബേച്ചാരോക്കോ അന്താസ ഗഹരായിക്ക. പാവങ്ങൾക്ക്, ഈ മോഹിതർക്ക് ഈ ദുഃഖ സമുദ്രത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഒരു ഊഹവുമില്ലായിരുന്നു എന്നതാണ് സത്യം. ഇത്രമേൽ ദുഃഖപരവശമായ ഒരവസ്ഥയിലൂടെ തങ്ങൾ കടന്നു പോകേണ്ടി വരുമെന്ന് അവർ സ്വപ്നേന നിരീക്ഷിച്ചിരുന്നില്ല. അതിലേക്ക് ആഴ്ന്നു തുടങ്ങിയപ്പോൾ അവർ പരിഭ്രാന്തരായിരിക്കുന്നു, അസ്വസ്ഥരായിരിക്കുന്നു, ഭയപ്പാടിലായിരിക്കുന്നു. ഷക്കീൽ, ഈ മോഹിതർ ഇന്ന് വല്ലാതെ അസ്വസ്ഥരാണ്. വളരെ വലിയൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഷക്കീൽ ബദായനി ഈ മക്തയിൽ മുന്നോട്ട് വെക്കുന്നത്. മക്ത നമുക്കറിയാവുന്ന കാര്യമാണ്. കവിയോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കവി ഉറക്കെ പറയുന്ന രീതിയിൽ ഒരു ഈരടി ഗസലിൻ്റെ അന്ത്യം കുറിക്കുന്നതായിട്ട് ഉണ്ടാകും. ആ ഈരടിയാണ് മക്ത എന്ന് പറയുന്നത്. ആ മക്തയിൽ കവിയുടെ പേരുണ്ട്. അതാണ് അതിൻ്റെ ഭംഗി. ഇവിടെ ഷക്കീൽ ബദായനി ഷക്കീൽ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഷക്കീലിനെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. പണ്ട് ഒരു ബോധ്യവും ഉണ്ടായിരുന്നില്ല ഈ ദുഃഖക്കയത്തിനെ കുറിച്ച്, ഈ ദുഃഖ സമുദ്രത്തെക്കുറിച്ച്. അതിൽ ആഴ്ന്നു തുടങ്ങിയപ്പോൾ മാത്രമാണ് അതിത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു എന്ന ഒരു ബോധ്യം കടന്നു വരുന്നത്. ഒരു ഊഹവുമില്ലാത്ത ആഴത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ, പ്രണയം നമ്മൾ കണ്ടതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ മോഹിതനും ഉണ്ടാകുന്ന അനുഭവത്തെയാണ് ഷക്കീൽ ഈ പറഞ്ഞു വെക്കുന്നത്. വളരെ മനോഹരമായൊരു ഗസലാണ്. മറ്റ് ചില ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം. ഏറെ നന്ദി.